ചില സിനിമകൾ നമ്മൾ കണ്ടിട്ട് നമുക്ക് അവസാനം തോന്നൂലേ ഇതൊന്ന് കഴിയാതിരുന്നെങ്കിലെന്ന്. അതുപോലെ എനിക്ക് തോന്നിയ ഒരു പടമാണ് 2004 ഷാറുഖ് ഖാൻ അഭിനയിച്ച് പുറത്തിറങ്ങിയ സ്വദേശ് എന്ന ചിത്രം. ഈ സിനിമയിൽ SRK നാസയിൽ വർക്ക് ചെയ്യുന്നൊരു സയൻറ്റിസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. SRKയുടെ ക്യാരക്ടറിൻ്റെ പേര് മോഹൻ ഭാർഗവ് എന്നാണ്. മോഹൻ ഭാർഗവിൻ്റെ അച്ഛനും അമ്മയും ഒരു അപകടത്തിൽ മരണപ്പെടുകയും ഇനി അദ്ദേഹത്തിന് ആകെ നാട്ടിലുള്ളത് ഒരു നാനി മാത്രമാണ്. ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തൊക്കെ എഴുതാറുണ്ടായിരുന്നു. പക്ഷേ ഓഫീസിലെ ജോലിഭാരം കൂടുകയും അതിനുശേഷം കത്തുകൾ എഴുതാൻ മറക്കുകയും ചെയ്ത മോഹൻ ഭാർഗവ് അങ്ങനെ ഒരാളുള്ളത് തന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ മറന്നു പോവുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം തിരിച്ചറിയുന്നത് താൻ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന്. കാരണം തന്നെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ നോക്കിയത് നാനിയാണ്. അവരെ ഇങ്ങനെ മറന്നു പോകുക എന്ന് പറയുന്നത് തൻ്റെ മനസ്സിനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ കാര്യം തൻ്റെ സുഹൃത്തിനോട് അവതരിപ്പിക്കുകയും സുഹൃത്തിനോട് അവൻ പറയുകയാണ്, ഞാൻ നാട്ടിൽ പോയിട്ട് എൻ്റെ നാനിയെ, അതായത് കാവേരി അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്, ഏതായാലും നീ നാട്ടിലൊന്ന് പോയി വരൂ. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് ഇതിൻ്റെ കഥ ശരിക്കും ആരംഭിക്കുന്നത്. അങ്ങനെ ഡൽഹിയിലെത്തുകയും തൻ്റെ നാനി ചരൺപൂർ എന്നൊരു ഗ്രാമത്തിലാണ് ഉള്ളതെന്ന് അറിയുന്ന മോഹൻ ഭാർഗവ് അവിടേക്ക് പോവുകയും പിന്നെ അവിടെ അദ്ദേഹം പോയതിനു ശേഷം കുറേ മാറ്റങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ. ബാക്കി നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ബാക്കി കഥ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. എന്തായാലും അടിപൊളി സ്റ്റോറിയാണ്. അതിലെ ഗ്രാമങ്ങളും എല്ലാം നമ്മളൊരു പഴയ കാലത്തൊരു ഇതുണ്ടല്ലോ, എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. പിന്നെ ഇതിൽ അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് അവരെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് കണക്റ്റ് ആവും അവരെ ക്യാരക്ടർ. അതായത് SRKൻ്റെ മോഹൻ ഭാർഗവ് ആണേലും പിന്നെ അതിലൊരു നടിയുണ്ട് ഗായത്രി ജോഷി എന്നാണ് അവരുടെ പേര്, അവരും പിന്നെ കാവേരി അമ്മയായി അഭിനയിച്ചവരൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്.